ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടല്ലോ, ശരിക്കും ചൈൽഡ്ഹുഡ് അബ്യൂസ് ഒന്നും കിട്ടാത്ത കുട്ടി ഭയങ്കര ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ. ജനറലി സ്പീക്കിംഗ് ബിഹേവിയറലായിട്ട് അവർക്കുണ്ടാകുന്ന കുറേ കൂടി പേടി കൂടാം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കരയാം, ഒറ്റയ്ക്ക് കിടക്കാൻ മടി കാണിക്കാം, പാരൻസിന് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുടെ കുറച്ചും കൂടി ക്ലിങ്ങി ആയിട്ടിരിക്കുന്നത് കാണാറുണ്ട്. പെട്ടെന്ന് കരയുക, കൂടുതൽ ദേഷ്യം പ്രകടിപ്പിക്കുക, പ്രത്യേകിച്ച് കാര്യമില്ലാതെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുക. ഇനി പഠനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പഠനത്തിൽ വേണ്ട ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക, നേരത്തെ പഠിക്കുന്ന അത്രയും പഠിക്കാതിരിക്കുന്നു, ഗ്രേഡ്സ് കുറയുന്നു, ടീച്ചേഴ്സ് പറയുന്നു ഇവനെന്തോ പറ്റിയിട്ടുണ്ട്, ഈ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ചേഞ്ചസ് എന്തോ ഉണ്ട് എന്ന് പറയുന്നു. ഇമോഷണലി ഭയങ്കര എക്സ്ട്രീമുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ജനറലി നമ്മൾ കാണുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കുട്ടികൾ ഒത്തിരി അധികം സൈക്കോളജിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. പിന്നെ ഇതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ അബ്യൂസർ ഈ കുട്ടീനെ ഒരിക്കലും കാണാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യേണ്ടത് പാരൻസ് ആണ്. അത് കുട്ടിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മെയിൻലി ചെയ്യേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ ഒബ്ലിജ്ഡ് ആണ് പോക്സോ നിയമം അനുസരിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അത് ചെയ്യുക. പിന്നെ കുട്ടിക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യണം, വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്.